120 ലിമിറ്റഡ് എഡിഷൻ്റെ ഒരു റിവ്യൂ ആണ്. എൻ്റെ ആദ്യമേ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ. മുമ്പുള്ള എല്ലാ വണ്ടീനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ സുസുക്കി ആക്സസ് 125 BS6 മോഡൽ. പിന്നെ അതുപോലെ തന്നെ മൈലേജും ഒരു ബെറ്റർ ആക്ടിങ് തന്നെയാണ്. അപ്പം ഒരു ഗ്രീൻ ബ്ലൂ കളേഴ്സിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റിന് മുമ്പുള്ള വണ്ടികളെക്കാട്ടിയും കുറച്ചും കൂടി സീറ്റ് നല്ല വലുപ്പമായിട്ടുള്ള ഒരു സീറ്റാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി സ്പേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ഇതാക്കാനുള്ള ഒരു സ്പേസ് കുറച്ച് കൂടുതലാണ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ. പിന്നെ പറയേണ്ടത് നമ്മുടെ ഇതിൻ്റെ വേറെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ സെപ്പ് എന്നുള്ള ഇതാണ്, സുസുക്കി എക്കോ പെർഫോമൻസ് അതിട്ടാണ്. പിന്നെ നമ്മുടെ ഈ ആക്സസിന് എഴുതിയിട്ടുള്ള ക്രോം ആണ്, അത് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽപ്പുണ്ട് നമ്മുടെ ഈ വണ്ടിക്ക്. പിന്നെ വണ്ടികളിൽ നിന്നും വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഫ്യൂവലിൻ്റെ. അത് മുമ്പുള്ള വണ്ടിയുടെയൊക്കെ അകത്തായിട്ടാണ് ഈ ഫ്യൂവൽ ഇത് വരുന്നത്, പക്ഷേ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് അത് പുറത്തായിട്ടാണ്. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഇവിടെ തന്നെ നമുക്കൊരു മൊബൈൽ ചാർജർ കൊടുക്കുന്നുണ്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണൊക്കെ ഹാങ് ചെയ്യാനായിട്ടുള്ള ലിമിറ്റഡ് എഡിഷനിൽ വരുന്ന ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഈ ക്രോം, ഈ രണ്ട് മിറർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സീറ്റിൻ്റെ ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ട്രാവലിനൊക്കെ തന്നെ നല്ല ഒരു വണ്ടി തന്നെയാണ്. നമുക്ക് എവിടെ പോയാലും നല്ല കംഫർട്ടായിട്ട് പോകാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. നല്ല സ്മൂത്ത്നെസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ സുസുക്കി ആക്സസ് 125 BS6. പിന്നെ പറയേണ്ട നല്ല ബാക്കിയുള്ള വണ്ടികളെക്കാട്ടിയൊക്കെ നല്ല പെർഫോമൻസ് ഇത് കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാം കൂടി നോക്കിയാൽ നല്ലൊരു ബെറ്റർ വണ്ടി തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്, ഒരു ബെറ്റർ കളർ. പിന്നെ ഇതാണ് നമ്മുടെ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. മീറ്റർ കൺസോൾ കാണാൻ തന്നെ നല്ല വളരെ ഭംഗിയുള്ള ഒന്നും തന്നെയാണ്. അത് ഗ്രീൻ ബ്ലൂ കളേഴ്സിലാണ് അതിൻ്റെ ആ വേരിയേഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പം നമ്മുടെ ഇഗ്നിഷൻ നമ്മൾ കീ ഓണാക്കി കഴിയുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകും ഈ ഒരു ഗ്രീൻ ബ്ലൂ നമ്മുടെ പവർ അനുസരിച്ചിട്ടാണ് വരുന്നത്. അതാണ് നമ്മുടെ ഇഗ്നിഷൻ. അത് ഓൺ എന്നുള്ളതായി കഴിയുമ്പോൾ നമുക്ക് ഈ കളർ വേരിയേഷൻ കാണാൻ പറ്റും. ഹൈലൈറ്റിങ് കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫോൺ ചാർജർ. അത് നല്ല കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒന്നാണ്. പിന്നെ ഒരു ഫോൺ ഹോൾഡർ, ഒരു ഹാങ്ങറും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ കാണുന്നത് തന്നെയാണ് നമ്മുടെ ആ ഒരു വണ്ടി പോകുന്നതിനനുസരിച്ച് നമ്മുടെ ആ പവറിനനുസരിച്ചിട്ടുള്ള ആ വേരിയേഷൻ, ആ കളർ വേരിയേഷൻ കാണുന്നുണ്ടാവും. റെഡ് ബ്ലൂ എന്നുള്ള കളർ വേരിയേഷൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതാണ് ഇതിൻ്റെ മോസ്റ്റ് ഹൈലൈറ്റഡ് വൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കളർ വേരിയേഷനുടെ പവറിനനുസരിച്ചിട്ടാണ് അത് മാറുന്നത്. ട്രാവലിനൊക്കെ നല്ല സ്മൂത്ത്നെസ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. നല്ലൊരു പെർഫോമൻസ് ഇത് കാഴ്ചവെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലോങ് ട്രിപ്പിനാണെങ്കിൽ പോലും നല്ല സിമ്പിൾ ആൻഡ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് പോകാനുള്ള ഒരു ഇതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ആ വണ്ടിയിൽ പോകാൻ തന്നെ.
വണ്ടിയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു FI ഫ്യൂവൽ ഇഞ്ചക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ വണ്ടിയുടെ ഒരു ഫുൾ ലുക്ക് കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഈ ഒരു പാർട്ടാണ്, നല്ല ഫൈബർ പാർട്ടാണത്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ പറയേണ്ടതാണ് നമ്മുടെ ഡിസ്ക് ബ്രേക്ക്. ഇതൊരു കോംബി ബ്രേക്ക് സിസ്റ്റമാണ് ഇനി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് എടുത്തു പറയേണ്ട ഒന്നാണ് സുസുക്കി എക്കോ പെർഫോമൻസ്. അത് നമ്മുടെ ആക്സസ് 125 എടുത്തു പറയേണ്ട ഒന്നാണ്. പിന്നെ നമ്മളിപ്പോൾ കണ്ടതാണ് ഡ്രം കാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോംബി ബ്രേക്ക് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈലൻസറിനൊക്കെ തന്നെ നല്ലൊരു ക്രോമാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നല്ല അട്രാക്റ്റീവാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഇതിന് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇനി എന്താ പറയേണ്ടത്, നിങ്ങൾ ഇനി ഒരു വണ്ടി വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുസുക്കി ആക്സസ് 125 BS6 മോഡൽ തന്നെ വാങ്ങിക്കുക. സൂപ്പർ വണ്ടിയാണ്. ഒന്നാണ് ഈ ആക്സസിൻ്റെ ക്രോം. നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ആക്സസ് 125 എന്നുള്ള ഒരു ക്രോം. പിന്നെ നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. സൈലൻസർ ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ലൊരു ക്രോമായിരുന്നു എന്ന്. പിന്നെ നമ്മുടെ ഫ്യൂവൽ ടാങ്ക്, അങ്ങനെ ഒരുപാട് ഇത് നമുക്ക് ഈ ഒരു വണ്ടിയിലുണ്ട്. നമ്മുടെ ഫ്യൂവൽ ടാങ്ക് എല്ലാത്തിൻ്റെയും മിക്ക വണ്ടികളുടെയൊക്കെ വരുന്നത് നല്ല അകത്താണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് പുറത്തായിട്ടാണ് ഈ ഫ്യൂവൽ ടാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.6 ലിറ്റർ ആണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി. ഇതിൻ്റെ ഫ്യൂവൽ എക്കണോമി എന്ന് പറയുന്നത് 64 കിലോമീറ്റേഴ്സ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ആക്സസ് 125 BS6 2020 ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ഫ്യൂച്ചേഴ്സാണ് ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത്. പറയേണ്ട ഒന്നും അത് തന്നെയാണ്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റിന് സ്പേസ് അത് നല്ല അത്യാവശ്യം നല്ല വലുപ്പമാണെന്ന്. പിന്നെ ഇതൊരു ഹൈലൈറ്റ് വൺ തന്നെയാണ്. ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയേണ്ട വേരിയേഷൻ, ബ്ലൂ ഗ്രീൻ ഉള്ള വേരിയേഷൻ. നമ്മുടെ ആ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടും എനിക്ക് ട്രാവൽ ചെയ്തപ്പോൾ നല്ലൊരു ബെറ്റർ ഇത് തന്നെയാണ് കിട്ടിയത്. എന്തുകൊണ്ടും ഇങ്ങനെ സുഖത്തോടെ നമുക്ക് പോകാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. That's for it's me, Fiza, signing off from Fiza Vlogs, and